നമുക്കിടയിൽ അത്ര ഒരു ചോദ്യം ഇപ്പോൾ ഉണ്ടാകുന്നില്ല. എന്ത്? നമ്മൾ ആരെങ്കിലും കർത്താവിനോട് ചോദിക്കുന്നുണ്ടോ, കർത്താവേ ഇറ്റേണൽ ലൈഫ്, നിത്യജീവിതത്തിന് ഞാൻ എന്ത് ചെയ്യണം? അതായത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ജോലി കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം, പരീക്ഷ പാസ്സാകാൻ ഞാൻ എന്ത് ചെയ്യണം, കല്യാണം നടക്കാൻ ഞാൻ എന്ത് ചെയ്യണം, വീട് പണി പൂർത്തിയാകാൻ ഞാൻ എന്ത് ചെയ്യണം, ഈ രോഗം ഒന്ന് മാറാൻ ഞാൻ എന്ത് ചെയ്യണം? അതൊക്കെ ചോദിക്കണം ഈശോയോട്, നിശ്ചയമായിട്ട്. അതൊന്നും മോശമല്ല. പക്ഷേ ഉപരിയായൊരു ചോദ്യം കിടപ്പുണ്ട്. എന്താ അത്? നിത്യജീവിതം, ഇറ്റേണൽ ലൈഫ് അനുഭവിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്നൊരു ചോദ്യം ഉണ്ടാകണം. നിത്യതയെക്കുറിച്ചൊരു വിചാരം ഉണ്ടാകണമെന്ന്. നിർഭാഗ്യവശാൽ അത്തരം വിചാരങ്ങൾ നമുക്കിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പം നമ്മുടെ ഒന്നാമത്തെ പാഠം കർത്താവിൻ്റെ തിരുമുമ്പാകെ ആയിരുന്നു കൊണ്ട് ചോദിക്കേണ്ട ചോദ്യമാണ്, കർത്താവെ നിത്യജീവിതത്തിലേക്ക് ഒരുങ്ങാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന്. ഈശോ സ്നേഹപൂർവ്വം അവനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കൊക്കെ ഇടയ്ക്കൊരു തോന്നൽ വരും, നമ്മളൊക്കെ എല്ലാം തികഞ്ഞവരാണ്, നമുക്കെന്നാ കുറവ് എന്ന ചോദ്യം വരും. ഞാൻ എന്ത് പാപമാണ് ചെയ്യുന്നത്, ഞാൻ എന്താ തെറ്റായിട്ട് ചെയ്യുന്നത്, ഞാൻ എല്ലാം വലിയ കുഴപ്പമില്ലാതൊക്കെ ചെയ്തു പോകുന്നില്ലേ എന്ന ചിന്തയും ചോദ്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും. നമ്മൾ ഓർക്കേണ്ടത്, നമ്മുടെ മുമ്പിൽ നിന്ന് കുഞ്ഞെ നിനക്കൊരു കുറവുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ കൺഫ്രണ്ട് ചെയ്യാൻ, ഇങ്ങനെ മുഖാഭിമുഖം നിന്ന് പറഞ്ഞു തരാൻ കർത്താവ് തമ്പുരാനേ പറ്റൂ. ബാക്കിയുള്ളവരൊക്കെ ഉണ്ടല്ലോ, ആ കുറവ് മുഖത്ത് നോക്കി പറയില്ല, അവർ പുറകിൽ നിന്നേ പറയും. പുറകിൽ നിന്ന് കുറവുകൾ എല്ലാവരും പറയും, മുഖത്ത് നോക്കി കുറവ് പറയാൻ നമ്മുടെ കർത്താവിനാണ് പറ്റുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? സ്പെൻഡ് ടൈം വിത്ത് ജീസസ്. സ്പെൻഡ് ടൈം വിത്ത് ജീസസ്. കർത്താവിനോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ അവൻ നമുക്ക് പറഞ്ഞു തരും, നിനക്കൊരു കുറവുണ്ട് കുഞ്ഞെ. എന്തിനാണ്? ആ കുറവ് പരിഹരിച്ചാലാണ്, ആ കുറവ് നീ മാറ്റിയെടുത്താലാണ് സ്വർഗപ്രവേശം സാധ്യമാകുന്നത്. അതുകൊണ്ട് കർത്താവിനോട് എപ്പോഴും പ്രാർത്ഥിക്കണം, കർത്താവെ നിത്യതയെ അവകാശമാക്കാൻ ഒരുപാട് നല്ല കാര്യം ഒരു വശത്ത് ഞാൻ ചെയ്യുമ്പോഴും നിനക്കറിയാം ഇനിയും എന്തോ ഒരു കുറവുണ്ടെൻ്റെ ജീവിതത്തിൽ, അതെന്താണെന്ന് പറഞ്ഞു തരണേ എന്ന് തന്നെ പ്രാർത്ഥിക്കുക. കർത്താവും ദൈവമായി ഈശോ മിശിഹായേ, നിത്യതയിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്യട്ടെ, ഞങ്ങളത് ആഗ്രഹിക്കട്ടെ. ചെറുപ്പം തൊട്ടേ കർത്താവെ നിൻ്റെ നിയമത്തിൽ പരിശീലനം കിട്ടുന്നൊരു തലമുറ രൂപപ്പെടട്ടെ. ഞങ്ങളുടെ നേരെ നോക്കി ഞങ്ങളുടെ കുറവുകൾ പറഞ്ഞു തരാൻ നിനക്കേ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞ് നിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ സമയം ചെലവഴിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.